ഈ വിശുദ്ധ ഖുർആൻ അൽ അസീസിൻ്റെ റഹീമിൻ്റെ തൻസീലാണെന്ന് പറയുമ്പോൾ ഇസ്സത്തുള്ള റഹ്മത്തുള്ള കിതാബാണ് ഖുർആൻ എന്നുള്ളത് ആ ചേർക്കലിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാർ അവിടെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസാണ്, അങ്ങനെ എല്ലാവരെയും ജയിച്ചു നിൽക്കുന്ന, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നാണ്. അത് നമ്മൾ പടപ്പുകളുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. പടപ്പുകളുടെ ചരിത്രത്തിൽ കുറേ ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഭരണാധികാരികളൊക്കെയും അവർ സർവശക്തരല്ല എന്നുള്ളത് സ്വയം തെളിയിച്ചിട്ടാണ് ഈ ദുനിയാവെന്ന് പോയത്. മരണത്തിന് കീഴ്പ്പെട്ട്, പരാജയത്തിന് കീഴ്പ്പെട്ട്, പലപ്പോഴും തോൽപ്പിക്കപ്പെട്ട്, രോഗത്തിന് അടിപ്പെട്ട്, ഇങ്ങനെയാണ് അല്ലേ. ഈ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ജദീമ ഇബ്നു മാലിക് അത്തന്നൂഹി എന്ന് പറഞ്ഞിട്ട് ഒരു ബനു ഖുലാ ഗോത്രത്തിലുള്ള രാജാവുണ്ട്. അത് ഇസ്ലാമിന് മുമ്പാണ്, ജാഹിലിയത്തിൽ. അഅസ്സുമൻ മലക്ക ഇറാഖ് എന്നതിനെക്കുറിച്ച് പറയാം, അയാളെക്കുറിച്ച് പറയാം. ഇറാഖ് ഉടമപ്പെടുത്തിയ ഏറ്റവും ശക്തൻ ആണ് ഈ ജദീമ. അയാളുടെ ഒരു രസമുള്ള കഥ ഉണ്ട്. ജദീമ ഇബ്നു മാലിക് അൽ ഖുലാഇ അത്തന്നൂഹി എന്ന് പറയും. തന്നൂഹിയ എന്ന് പറഞ്ഞൊരു ഭരണകൂടം ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ആ തന്നൂഹിയ ഭരിച്ചിരുന്ന ഏറ്റവും സ്ട്രോങ് ഭരണാധികാരിയാണ് ജദീമ ജാഹിലിയത്തിൽ. അഅസ്സുമൻ മലക് എന്നാണ്. അഅസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാ ഈ അസീസ്, ആ പ്രയോഗം തന്നെയാണ്. അയാൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. തന്നൂഹി ഭരണാധികാരികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭരണാധികാരിയാണ്. വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പരാജയപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ വായിക്കുന്നത്. അയാൾക്ക് റക്കാശി എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി ഉണ്ടായിരുന്നു. റക്കാശി വളരെ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന പെങ്ങളാണ് റക്കാശി. കൊട്ടാരത്തിൽ ആർക്കും ഒരിടം വരാതെ, അവളുടെ അടുക്കലേക്ക് ആരും അടുക്കാതെ സൂക്ഷിച്ച പെങ്ങളാണ് റക്കാശി എന്ന് പറയുന്ന പെങ്ങൾ. ഈ ജദീമ ഒരിക്കൽ ഈ രാജാക്കന്മാർക്കൊക്കെ ഈ കൂടെ സല്ലപിക്കാൻ, അതേപോലെ കൂടെ കുടിക്കാനൊക്കെ നദീം എന്ന് പറയും. കൂട്ടുകാരെ അവർ തിരഞ്ഞെടുക്കും. അവർ പ്രതിഭകളായിരിക്കും, ബുദ്ധിജീവികളായിരിക്കും, അവർക്ക് ഭരണത്തിൽ സഹായിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇങ്ങനെ സ്വീകരിക്കുക. അങ്ങനെ അദി എന്നു പേരുള്ള ഒരു വ്യക്തിയെ ഈ ജദീമ തനിക്ക് കൂട്ടാളിയായിട്ട് സ്വീകരിച്ചു, നദീമായിട്ട് സ്വീകരിച്ചു. ഈ അദി ഭയങ്കര ഒരു പ്രതിഭയായിരുന്നു, കവിയും അങ്ങനെ സാഹിത്യകാരനൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണ് സ്വീകരിച്ചത്. അവസാനം ഈ ജദീമ ഈ അദീനാൽ തോൽപ്പിക്കപ്പെട്ടതാണ് നമ്മൾ വായിക്കുന്നത്. ഈ ജദീമയ്ക്ക് ഏറ്റവും സ്വാർത്ഥമായ തൻ്റെ പെങ്ങൾ റക്കാഷാണ്. പക്ഷെ ഒരു ദിവസം റക്കാഷ് ഈ അദീനെ കണ്ടു, അദീയ് റക്കാഷിനെ കണ്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പരസ്പരം അടുത്തു. പക്ഷേ അവർക്ക് ഒന്നിക്കാനുള്ള തടസ്സം ആരാണ്? ജദീമയാണ്. കാരണം പെങ്ങൾക്ക് പറയാനും പേടിയാണ്, അദീനത് അവതരിപ്പിക്കാനും പേടിയാണ്. വെട്ടൊന്ന് കഷ്ണം രണ്ടാതാണ്, ഇയാൾ അത്ര സ്ട്രോങ് ആണ്. പക്ഷെ പെങ്ങളൊരിക്കൽ പറഞ്ഞു കൊടുത്തു, റക്കാശ് ഒരിക്കൽ പറഞ്ഞു കൊടുത്തു. ഇവർ കൂടെ മദ്യപിക്കുന്നവരാണല്ലോ. അപ്പം മദ്യം വിളമ്പുമ്പോൾ ഇസ്ഖിഹി സർഫൻ വഖ്ലത്തിൽ ഗൈരിഹി എന്ന് പറഞ്ഞിടത്ത്, അതായത് ഈ ജദീമക്ക് കുടിപ്പിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ പ്യുവർ മദ്യം, ചേർക്കാത്ത മദ്യം കുടിപ്പിക്കാൻ പറഞ്ഞു. മറ്റുള്ളവർക്കൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ജദീമക്ക് ഇയാൾ മദ്യം വിളമ്പിയപ്പോൾ അതിൽ പെങ്ങൾ ഈ റക്കാശ് പറഞ്ഞതുപോലെ തന്നെ മദ്യം കൊടുത്ത് അല്ലേ. അപ്പോൾ ഇത് വെള്ളം ചേർക്കാത്ത മദ്യമായതുകൊണ്ട് മൂപ്പർക്ക് പെട്ടെന്ന് ലഹരി കയറി ആകെ മൂപ്പര് അന്തം വിട്ട്. അപ്പോൾ അതീ പറഞ്ഞ് നിങ്ങളുടെ പെങ്ങൾ റക്കാശിനെ എനിക്ക് ജീവിത സഖിയാക്കി തരണം എന്നാണ്. അപ്പോൾ ഈ ലഹരിയിൽ എന്ത് ചെയ്ത് ഇയാൾ സമ്മതിച്ച്, എനിക്ക് പെങ്ങളെ തന്നു എന്ന് സമ്മതിച്ച്. ഇപ്പോൾ കൂടെ കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇത് കേട്ട് ഇയാൾ എന്ത് ചെയ്ത് അതിയെ ഈ സമ്മതം കിട്ടിയതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? മൂപ്പര് പുതിയാപ്പിളായിട്ട് ചെന്ന് റക്കാശ് സ്വീകരിച്ചു. അവർ ഒത്തിട്ടാണ് ഈ പരിപാടി. അങ്ങനെ അവരുടെ മധുവിധ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് ലക്ക് ഒക്കെ വിട്ടാണ്. ഈ ജദീമ ബോധം വന്നപ്പോൾ ഇവനെ കാണുന്നത് ഇതുവരെ കണ്ട മാതിരിയല്ല അദീനെ കാണുന്നത്. പല വർണ്ണങ്ങൾ മേത്ത് പാഞ്ഞ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പെങ്ങൾ ഇന്നലെ കല്യാണം കഴിച്ചു തന്നില്ലേ? അപ്പോൾ അയാൾ ആകെ സ്തബ്ധചിത്തനായി. ഞാൻ എൻ്റെ പെങ്ങൾ റക്കാശിനെ നിനക്ക് കെട്ടിക്ക് വെച്ചത്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു, ഇവരൊക്കെ സാക്ഷികളാണ്, ഞാൻ അവരായിട്ട് വീട് കൂടി എന്ന് പറയണം. അതിലയാൾ ആകെ അവിടെ വീണ് പോവുകയാണ്. പെങ്ങളെടുത്ത് ചെന്നിട്ട് പെങ്ങളോട് പറഞ്ഞ് കുറേ സംസാരിച്ച്, പെങ്ങളും തന്നെ നിങ്ങൾ മദ്യത്തിൽ ലഹരി കെട്ടതിനാൽ എനിക്ക് വന്ന ഒരു ഭവിഷ്യത്താണ്, നിങ്ങളാണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ഇതുമില്ല. ഏതായാലും പെങ്ങളെ എന്നേക്കുമായി മൂപ്പര് എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ അടച്ചു പൂട്ടി. അദീനെ വെട്ടിക്കൊന്നു. അദീനെ ഇവിടെ കൊന്നു, പെങ്ങളെ കൊട്ടാരത്തിൽ അടച്ചു പൂട്ടി.
പക്ഷേ ആ രാത്രി ഈ റക്കാഷ് ഗർഭിണിയായി. ഈ അദി റക്കാഷ് ദമ്പതികൾക്കാണ് അമ്ര എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായത്. അലാക്കുല്ലീൻ പിന്നെ ചരിത്രത്തിൽ കാണാം, ഇവർ കൊട്ടാരത്തിൽ തന്നെ ജീവിതകാലം കഴിഞ്ഞു. പിന്നെ ഈ അമ്ര പ്രായപൂർത്തിയായതിനു ശേഷമാണ് ജദീമിനെ കാണുന്നത്. കാരണം അത്രയും പിന്നെ കൊട്ടാരം അങ്ങനെ അടച്ചുപൂട്ടി അവർ തനിച്ചാക്കിയെന്നാണ്. പ്രായപൂർത്തിയായതിനു ശേഷം പിന്നെ ചില കുറേ ചരിത്രങ്ങൾ കാണാം അതുമായി ബന്ധപ്പെട്ട്. അലാക്കുല്ലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പിന്നെ ഇറാഖ് ഇറാഖിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒരു വിശാലമായ ഭൂതലം ഭരിച്ചിരുന്ന ഒരു ഭരണകൂടമാണ് തന്നൂഖിയ ഭരണകൂടം. അതിൻ്റെ ഭരണാധികാരിയായിരുന്നു ജദീമ ആസ്മൻ ബലഖ് എന്നാണ്. ഏറ്റവും പ്രൗഢനായ ഭയങ്കര പിന്നെ ശക്തനായ ഭരണാധികാരി എന്നാണ്. പക്ഷേ അയാളെ ഉണ്ട് ചഷകം മദ്യത്തിൻ്റെ ചഷകം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റി. ഇതാണ് ദുനിയാവിലെ നമ്മളെ പിന്നെ ഭരണാധികാരികളുടെയൊക്കെ പ്രത്യേകത. ആരായിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഈ കഥകളിൽ ചിത്രകഥകളിലൊക്കെ വായിക്കുമല്ലോ, ഈ കാട്ടിലെ രാജാവാണ് ആര്? സിംഹം, അതിശക്തനായ സിംഹം. അപ്പോൾ സിംഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ പണ്ട് സിംഹം ഇങ്ങനെ വരുമ്പോൾ സിംഹത്തിനെ കുറുക്കൻ തോൽപ്പിച്ചൊരു കഥ ഉണ്ട്. സിംഹം വരികയാണ്, അപ്പോൾ കുറുക്കന് പേടിയായി, സിംഹം വന്നിട്ട് വേട്ടയാടി പിടിക്കുന്നില്ല. അപ്പോൾ അവിടെ ഈ കുറച്ച് എല്ലും മാംസം കിടക്കുന്നുണ്ട്. അപ്പോൾ കുറുക്കൻ എന്ത് ചെയ്ത് അതെടുത്തിട്ട് പറഞ്ഞ് പിന്നെ ഞാൻ സിംഹത്തിൻ്റെ മാംസത്തിന് ആഗ്രഹിച്ച് ഒരു സിംഹത്തിനെ കഴിച്ചു, പക്ഷേ എൻ്റെ പൂതി മാറിയിട്ടില്ല, ഇനിയും വേണം സിംഹത്തിനെ എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് എന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സിംഹം ആകെ ബേജാറായി, സിംഹം ഓടി എന്നാണ്. ഓടിയപ്പോൾ ഒരു കുരങ്ങനെ ഇത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ കുരങ്ങനെ മനസ്സിലായത് കുറുക്കൻ്റെ വേളയാണ്, സിംഹത്തിനെ ഓടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ കുറുക്കനെ ചെയ്ത് കുറുക്കൻ വേഗം സിംഹത്തിൻ്റെ പിന്നാലെ പോകാൻ. എന്നിട്ട് സിംഹത്തിനോട് ചെന്ന് പറഞ്ഞ്, സിംഹം പിന്നെ രാജാവെ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറുക്കൻ പറഞ്ഞാണിത്. കുറുക്കൻ യഥാർത്ഥത്തിൽ ഭീരുവാണ്, അത് പിന്നെ സിംഹത്തിൻ്റെ എല്ലോ മാംസമല്ല, പിന്നെയോ നിങ്ങളെ പായിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിട്ടിയ എല്ലെടുത്തിട്ട് ഗോഷ്ടി കാണിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ കുരങ്ങൻ പറഞ്ഞു കേട്ടിട്ട് സിംഹം വരികയാണ്. സിംഹത്തിൻ്റെ കൂടെ ബാക്കിൽ ആരും വരികയാണ്? കുരങ്ങും വരികയാണ്. അപ്പോൾ കുറുക്കന് പെട്ടെന്ന് മനസ്സിലായി ഇത് കുരങ്ങ് ഒപ്പിച്ച വേലയാണ്. കാരണം സിംഹം അങ്ങനെ തോറ്റ് പാഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഉഷാറിൽ നടന്നു തരുന്നുണ്ടെങ്കിൽ കുരങ്ങ് ഇളക്കിയെന്ന് മനസ്സിലായി. അപ്പോൾ ഉടനെ കുറുക്കൻ ഞാൻ ഈ വഴിയെ ഒരു കുരങ്ങനെ പറഞ്ഞയച്ചിരുന്നു ഒരു സിംഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാനൊരു സിംഹത്തിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കുരങ്ങനെ പറഞ്ഞു വിട്ടിരുന്നു. ആ കുരങ്ങൻ എവിടെ പോയി, അവനെന്താ വൈകിയത്, അവനെന്താ സിംഹത്തെ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ സിംഹം ഇത് കേട്ട്. അപ്പോൾ സിംഹം വിചാരിച്ച് കുറുക്കൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് കുരങ്ങെടുത്ത വിളയാണിത്. അതെ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്ത് ഈ സിംഹം കുരങ്ങിൻ്റെ പിന്നാലെ പറഞ്ഞ് കുരങ്ങിനെ കൊന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഈ രാജാക്കന്മാരുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാട്ടിലെ കഥകളൊക്കെ ഉദ്ധരിക്കണം എന്തിനാണ്? നാട്ടിലെ കഥകൾക്ക് ഇതിനോടൊരു വലിയ സാദൃശ്യമുള്ളത് കൊണ്ടാണ്. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും. എത്ര കരുത്തനാണെങ്കിലും പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ രോഗത്തിനടിപ്പെടുന്ന, മരണത്തിനടിപ്പെടുന്ന ഒരു ചരിത്രം നമ്മൾ വായിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഇസ്സത്തുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഒരാളും തോൽപ്പിക്കുക എന്നുള്ളതല്ല, എല്ലാവരെയും മികച്ചു നിൽക്കുന്നവനാണ്, അജയ്യനായി നിൽക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് അൽ അസീസ്. ആ അസീസായവൻ്റെ തൻസീൽ അതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിനെ മികച്ചു നിൽക്കാൻ ഒന്നുമില്ല. ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. വിശുദ്ധ ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കും, അതിന് മേൽ നിൽക്കാൻ ഒന്നുമില്ല എന്നുള്ള ഒരു വിഷയം വായിക്കാനാണ് ഈ ചേർത്ത് പറയൽ. തൻസീൽ അൽ അസീസ് അർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിജീവിച്ച് നിൽക്കുന്ന അജയ്യനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അള്ളാഹു റഹീമാണ്. നമ്മൾ പലരെക്കുറിച്ചും ദുനിയാവിൽ അസ്സ് എന്ന് വായിക്കും, പക്ഷേ അവരെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അനുബന്ധമായിട്ട് അവർ റഹീമാണ് എന്ന് വായിക്കാനുള്ള ഒരു വിഷയമല്ല.